ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കൃഷ്ണാസ് സ്റ്റോറി ടൈം. ശ്രീകൃഷ്ണ ഭഗവാനിൽ അനുഗ്രഹീതരായ എല്ലാവർക്കും കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് സ്വാഗതം. കൃഷ്ണായനം കഥ കേൾക്കാം. കൃഷ്ണായനം എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് തുളസി കോട്ടുക്കൽ, പബ്ലിഷേഴ്സ് ഹരിശ്രീ ബുക്സ് പുനലൂർ, ഓഡിയോ കൃഷ്ണകുമാരി. കൃഷ്ണായനം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഈ ചാനലിലേക്ക് ആദ്യമായി എത്തുന്നവരും ഇതുവരെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് കൂടി ചെയ്യുക. അതുപോലെ പ്രിയപ്പെട്ടവർക്കായി ഷെയർ കൂടി നൽകി ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ ഭാഗത്തിലേക്ക് ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ദ്വാരകയിലേക്ക്. ജരാസന്ധൻ യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. ഇക്കുറി രണ്ടിലൊന്ന് അറിഞ്ഞേ മതിയാവൂ. ഒന്നുകിൽ മധുരയിൽ കംസന്റെ പുത്രന്മാർ അധികാരത്തിലേറും, അല്ലെങ്കിൽ രാമകൃഷ്ണന്മാർ മൃതി പൂകി മധുര ശ്മശാനമാകും. എന്തായാലും ആ കാലിച്ചെറുക്കനെ വെച്ച് വാഴിക്കുകയില്ല. ജരാസന്ധൻ തൻ്റെ മനസ്സിലിരിപ്പ് രുക്മിയോടും ശിശുപാലനോടും തുറന്നു പറഞ്ഞു. വിദഗ്ധരായ മാധവചാരന്മാർ ഈ വിവരം മധുരയിലെത്തിച്ചു. കേശവൻ എല്ലാം മനസ്സിലാക്കി. ഒന്നിനും മറുപടി ഓതിയില്ല. എല്ലാത്തിനും പ്രതികൃതിയായി ചെയ്യേണ്ടതെന്തെന്ന് കേശവൻ മനസ്സിലുറച്ചു. ചാരന്മാർ പോയി. ഏകനായി കേശവൻ ചിന്താമഗ്നനായി ഇരുന്നു. ഒരു ദൂതൻ പുറത്തുനിന്നും വന്ന് മുരടനക്കി. കൃഷ്ണൻ കണ്ണുയർത്തി. ഹസ്തിനാപുരത്തു നിന്നും ഭീമൻ എത്തിയിരിക്കുന്നു. വരുവാൻ പറയട്ടെ? തീർച്ചയായും, വളരെ വേഗം ഭീമനെ കൂട്ടിക്കൊണ്ടുവരൂ. അത്യാവശ്യമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനായിരിക്കും പാണ്ഡുപുത്രൻ എത്തിയിട്ടുള്ളത്. ദ്വാരപാലകൻ ഭീമനെ എതിരേറ്റു കൊണ്ടുവന്നു. കേശവൻ ഭീമനെ ആലിംഗനം ചെയ്ത് സ്വീകരിച്ചു. മാധവൻ പറഞ്ഞു, നീ വളർന്നു. നമ്മൾ കണ്ടിട്ട് കുറച്ചു നാളുകളായല്ലോ. അതുകൊണ്ടാണ് നിന്റെ വളർച്ച എനിക്ക് അനുഭവപ്പെട്ടത്. ധർമ്മജനും അമ്മയ്ക്കും സുഖമല്ലേ? അർജുനനും നകുല സഹദേവന്മാരും എന്തു പറഞ്ഞു വിട്ടു? എല്ലാം വിശദമായി പറയുക. കേശവ, ഞാൻ ഇപ്പോൾ വരുന്നത് വിദുരതാതൻ്റെ ഒരു സന്ദേശവുമായാണ്. നീ തന്നെ കേൾക്കേണ്ടതുമാണ്. സിന്ധു നദിയുടെ മറുകരയിൽ ഭരണം നടത്തുന്ന രാക്ഷസ സ്വഭാവമുള്ള കാലയവനൻ എന്നൊരു രാജാവുണ്ട്. അവൻ ജരാസന്ധനുമായി സഖ്യമുണ്ടാക്കി മധുര ആക്രമിക്കുവാൻ ഒരുക്കം നടത്തുകയാണ്. യാദവരിൽ നിന്നും അവന് ഭയം ജനിക്കുകയില്ല. അത്തരമൊരു വരം ശിവനിൽ നിന്നും അവൻ സമ്പാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വേണ്ട മുൻകരുതലുകൾ എടുക്കണം. ഇത് പറയുവാനാണ് ഞാൻ വന്നത്. പുറത്ത് ബലരാമനുമായി ഗദായുദ്ധം അഭ്യസിക്കുവാനാണ് വന്നിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജനങ്ങൾ മറിച്ച് ചിന്തിക്കാതിരിക്കുവാൻ അതാണ് ഉപായം. 2 ദിവസം യുദ്ധക്കളരിയിൽ അഭ്യാസം നടത്തിയ ശേഷം ഹസ്തിനാപുരത്തിലേക്ക് മടങ്ങാമെന്ന് ചിന്തിക്കുന്നു. ജ്യേഷ്ഠനും അനുജന്മാരും അമ്മയും വിതുരർ പറഞ്ഞേ ഞാൻ വന്ന വിവരം അറിയുകയുള്ളൂ. അമ്മയും അനുജന്മാരും ജ്യേഷ്ഠനും തീരെ മനസ്സമാധാനമില്ലാതെയാണ് അവിടെ വർത്തിക്കുന്നത്. അതൊക്കെ ഇപ്പോൾ പറഞ്ഞ് മനസ്സ് പുണ്ണാക്കുന്നില്ല. പിന്നൊരിക്കലാവാം അത്തരം കുടുംബകാര്യങ്ങളൊക്കെ. കേശവൻ ഭീമനെ ആശ്വസിപ്പിച്ചു. താമസിയാതെ നന്മ വരുമെന്ന് ആശീർവദിച്ചു. മറ്റു ചില കാര്യങ്ങൾ കൂടി കേശവൻ സംസാരിച്ചു. അത് പാണ്ഡവരുടെ രക്ഷയെ കരുതിയുള്ള കാര്യങ്ങളായിരുന്നു. ഭീമൻ എല്ലാം ഉൾക്കൊണ്ടു. മനസ്സിൽ ചില തീരുമാനങ്ങൾ എടുത്തു. ഭീമന്റെ കണ്ണുകളിൽ മനസ്സുറപ്പിൻ്റെ മുദ്രകൾ തെളിഞ്ഞു. ഭീമൻ പുറത്തു വന്നു. ബലരാമൻ ഗദായുദ്ധ പരിശീലനം നടത്തുന്ന കളരിയിലേക്ക് നടന്നു. ആയോധന വേഷമണിഞ്ഞ് കൂറ്റൻ ഗദയുമായി ഭീമൻ അങ്കണത്തിലിറങ്ങി.
ഉച്ചസൂര്യനെ പോലെ ജ്വലിക്കുന്ന ഭീമനുമായി നേരിടുവാൻ 2 യുവാക്കൾ മുന്നോട്ട് വന്നു. ഗദായുദ്ധം ആരംഭിച്ചു. 2 നിമിഷം കഴിഞ്ഞു കാണും. ഗദകൾ തകർന്ന് തെറിച്ചുപോയി. ആ യുവാക്കളും തെറിച്ചു വീണു. പരിശീലന കളരിയിൽ പഠിക്കുന്ന ആർക്കും ഭീമനെ നേരിടുവാൻ പിന്നെ ധൈര്യമുണ്ടായില്ല. യുദ്ധക്കളരിയിൽ തിളങ്ങി നിൽക്കുന്ന ഭീമനെ അടിയറവ് പറയിക്കുവാനും പുതിയതായി ചിലത് അഭ്യസിപ്പിക്കുവാനും ബലരാമൻ ഗദയുമായി ഇറങ്ങി. ഭീമനും ഗദ ചുഴറ്റി ഒപ്പമിറങ്ങി. അവർ ഭൂനമസ്കാരം ചെയ്തു. ഗദ ചുഴറ്റി മുന്നോട്ടടുത്തു. ഗദ കൊണ്ട് 2 പേരും ആഞ്ഞടിച്ചു. മേഘനിസ്വനം പോലെ ശബ്ദമുയർന്നു. ജീവജാലങ്ങൾ ഞെട്ടി. പക്ഷികൾ വൃക്ഷക്കൊമ്പുകളിൽ നിന്നും ഭയന്നു പതിച്ചു. ഇരുവരും അടവുകളും ചുവടുകളും വെച്ച് മുന്നേറി. അതിസാമർഥ്യത്തോടെ പോരു തുടങ്ങി. ഭീമന്റെ ബലത്തിലും കഴിവിലും അഭ്യാസ പാടവത്തിലും ബലരാമന് പ്രിയം തോന്നി. എല്ലാം ശ്രദ്ധിച്ചറിഞ്ഞ ബലരാമൻ പെട്ടെന്ന് അടവൊന്നു മാറ്റി. പക്ഷെ ബലരാമന്റെ അടവുമാറ്റം വായുസുതൻ ഉൾക്കൊണ്ടു. ബലരാമൻ പിന്നെയും അടവുകൾ മാറ്റി. അതെല്ലാം വായുസുതൻ ഉൾക്കൊള്ളുകയും മറ്റടവുകൾ മറുപടിയായി നൽകുകയും ചെയ്തു. ഭീമന്റെ ഗദ തെറുപ്പിക്കുവാൻ ബലരാമൻ ആവതും നോക്കി. എല്ലാം നിഷ്പ്രയോജനമായി. പരസ്പരം ബഹുമാനിച്ച ബലരാമനും വായുസുതനും അടവുമാറ്റം തുടർന്ന് പോരു നടത്തി. ബലരാമൻ പെട്ടെന്ന് പോരു നിർത്തി. ഒരു നിമിഷം ആകാശത്തിലേക്ക് പാഞ്ഞുയർന്ന് ഭൂമിയിൽ പതിച്ച സീരിയുടെ ചുവട്ടടിയിൽ ധൂളിജാലം ഉയർന്നു. ഭീമൻ കണ്ണു കാണുവാനാവാതെ പരുങ്ങി. അരനിമിഷത്തിൽ കരത്തിലിരുന്ന ഗദ തെറിച്ചതായി പവനസുതൻ അറിഞ്ഞു. പെട്ടെന്ന് ധൂളിയടങ്ങി. ബലരാമന്റെ പാദങ്ങളിൽ വായുസുതൻ നമസ്കരിച്ചു. സീരധ്വജൻ പറഞ്ഞു, ഭീമസേന, അസാമാന്യ ധീരനാണ് നീ. സാധാരണക്കാർ ആദ്യത്തെ അടവുമാറ്റത്തിൽ തന്നെ അടിയറവ് പറയും. നീ എല്ലാം പയറ്റി തെളിഞ്ഞവൻ തന്നെ. ഗദ തെറിച്ചുപോയതിൽ വേദന വേണ്ട. ആ അടവ് മാത്രമേ ഗദായുദ്ധത്തിൽ നിനക്ക് പഠിക്കേണ്ടതായുള്ളൂ. വരൂ, ഞാൻ അത് അഭ്യസിപ്പിച്ചു തരാം. ബലരാമൻ ഭൗമം എന്നു പേരുള്ള അടവ് പറഞ്ഞു കൊടുത്തു. അസാധാരണമായ മനോബലവും കായികശേഷിയും ഇല്ലാത്തവർ ഭൗമം അഭ്യസിച്ചുകൂടാ. അവർക്ക് സ്വയം അതിൻ്റെ ശക്തി തടയുവാൻ ആവുകയില്ല. ഭീമൻ നിഷ്പ്രയാസം ഭൗമവും കരസ്ഥമാക്കി. ബലരാമൻ ഭീമനെ ആശീർവദിച്ചു. അന്നു തന്നെ വായുസുതൻ മടങ്ങി. ഭീമൻ പോയതിൻ്റെ അന്നു തന്നെ കൃഷ്ണൻ യാദവരെ മധുരയിൽ വിളിച്ചുകൂട്ടി. ഗർഗാചാര്യനും അക്രൂരാദികളും കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. വിശാലമായ സഭ യാദവരെ കൊണ്ട് നിറഞ്ഞു. കേശവന്റെ മധുരമുള്ള വാക്കുകൾ കേൾക്കുന്നതു തന്നെ ആശ്വാസമാണ്. എല്ലാവരും മാധവന്റെ വാക്കുകൾക്ക് ചെവി തുറന്നു വെച്ചു. ഇന്ദ്രനീലവർണ്ണനായ മാധവൻ സഭയിലെത്തി. പീതാംബരധാരിയായ മാധവനെ ദർശിച്ചപ്പോൾ ജനത്തിൻ്റെ ആത്മാവിൽ കുളിരു പെയ്തിറങ്ങി. കേശവൻ സഭയിൽ എഴുന്നേറ്റു നിന്നു. മധുരമായും ദൃഢമായും മാധവൻ ഇങ്ങനെ മൊഴിഞ്ഞു, പ്രിയപ്പെട്ടവരെ, വിശദമായി ഒരു കാര്യം പറയുവാനാണ് ഇപ്പോൾ നിങ്ങളെ വിളിച്ചു കൂട്ടിയത്. മധുര വീണ്ടും ഒരാക്രമണത്തിൻ്റെ ദുരന്ത പാതയിലേക്ക് നീങ്ങുകയാണ്. ഇത്തവണ നാം വളരെ ജാഗ്രത പുലർത്തണം. ഒരു ഭാഗത്ത് നിന്ന് ജരാസന്ധൻ യോദ്ധാക്കളുമായി മുന്നേറുന്നു. മറുഭാഗത്ത് നിന്ന് കാലയവനൻ എന്ന രാക്ഷസ രാജാവ് പടയുമായി നീങ്ങുന്നു. ജരാസന്ധൻ്റെ അഭ്യർത്ഥന മാനിച്ചാണ് സിന്ധുവിൻ്റെ തടത്തിൽ രാജ്യം സ്ഥാപിച്ച് വർത്തിക്കുന്ന കാലയവനൻ മധുരയ്ക്ക് വരുന്നത്. ഇവർ മധുരയെ ശ്മശാനമാക്കുമെന്നത് ഉറപ്പാണ്. നമ്മുടെ നഗരത്തിൻ്റെ മാനവും സൗന്ദര്യവും അവർ ചോർത്തും. ഭീകരമായ പോരാട്ടം നടക്കും. കഠിനമായി ചെറുത്താൽ പോലും നമുക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയുകയില്ല. ഒരു നിമിഷം കൃഷ്ണൻ സംഭാഷണം നിർത്തി. സഭയിൽ കനത്ത നിശബ്ദത പരന്നു. യുദ്ധത്തിൻ്റെ കരിനിഴൽ സഭയിൽ പടർന്നു. മാധവൻ തുടർന്നു, നിങ്ങളുടെ മുഖത്ത് ഭയം ഇരുണ്ടു കയറുന്നത് ഞാൻ കാണുന്നു. നിങ്ങളുടെ ഹൃദയം നിലവിട്ട് ഇടിക്കുന്നതും ഞാൻ അറിയുന്നു.
വാളുകളുടെ ഘോരഘർഷണ ശബ്ദവും ഞാൻ കേൾക്കുന്നു. കാലയവനനും ജരാസന്ധനും മധുരയിലെത്തിയാലുണ്ടാവുന്ന നാശവും ഞാൻ മുൻകൂട്ടി അറിയുന്നു. ജരാസന്ധൻ വന്നാൽ പോലും മധുര കത്തിപ്പോകും. അപ്പോൾ കാലയവനൻ കൂടി വന്നാലോ? ഹസ്തിനാപുരം സഹായത്തിനില്ലെന്ന് വിതുരർ അറിയിച്ചിരിക്കുന്നു. പാഞ്ചാല രാജ്യം നിഷ്പക്ഷത പാലിക്കാനാണ് സാധ്യത. അശക്തരെ സഹായിക്കാൻ ആരുണ്ടാവും? ആലോചിച്ച് വേണ്ടത് ചെയ്യുക. ഇത്രയും പറഞ്ഞ് മാധവൻ സ്വസ്ഥാനത്ത് വിശ്രമിച്ചു. സഭയുടെ നിശബ്ദത പിന്നെയും തുടർന്നു. സത്രാജിത്ത് പറഞ്ഞു, യാദവരോട് കാലയവനനും ജരാസന്ധനും യാതൊരു വിരോധവുമില്ല. വെറുപ്പ് മുഴുവൻ കൃഷ്ണനോടാണ്. വിദ്വേഷപൂർണരായി അവരെത്തുന്നത് മാധവനോട് പോരടിക്കുവാനാണ്. അതുകൊണ്ട് കേശവൻ തന്നെ പരിഹാരവും കാണട്ടെ. അക്രൂരൻ പറഞ്ഞു, സത്രാജിത്തിൻ്റെ അഭിപ്രായം ശരിയല്ല. യാദവരുടെ അഭിമാന പ്രശ്നമാണിത്. കംസൻ യാദവരെ അടക്കി ഭരിച്ചു. ആരും മോചിപ്പിക്കുവാനുണ്ടായിരുന്നില്ല. ജരാസന്ധൻ മധുര ആക്രമിച്ച് കീഴടക്കുവാൻ വന്നു. ആരും മഗധനെ ചെറുത്തു നിൽക്കുവാൻ തയ്യാറായില്ല. യാദവരെ രക്ഷിക്കുവാൻ കേശവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാധവൻ എന്നും യാദവരെ രക്ഷിക്കുവാനേ യത്നിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ എല്ലാ കാര്യവും മാധവൻ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് നീതീകരിക്കുവാൻ ആവുകയില്ല. യാദവരുടെ രക്ഷയ്ക്ക് വേണ്ടതെന്തെന്ന് നമുക്ക് കൂട്ടായി ആലോചിക്കാം. സത്രാജിത്തിൻ്റെ ശബ്ദം സഭയിൽ പിന്നെ മുഴങ്ങിയില്ല. എത്ര ആലോചിച്ചിട്ടും ആർക്കും മറുപടിയൊന്നും ഉണ്ടായില്ല. എല്ലാവരും നിശബ്ദരായി ഇരുന്നു. കാലവും പ്രകൃതിയും നമിക്കുന്ന കേശവന് മാത്രമേ പരിഹാരം പറയുവാനുള്ളൂ എന്ന് മിക്ക പേർക്കും അറിയാം. ഗർഗൻ പറഞ്ഞു, മാധവ, നിന്നെ അറിയുന്നവരാണ് ഇവരെല്ലാം. പക്ഷെ അവരറിയുന്ന ഗോവിന്ദനല്ല നീ. നിന്നിൽ സത്യധർമ്മങ്ങൾ ഏകീഭവിക്കുന്നു. നീതിയും തന്ത്രവും അണിചേരുന്നു. മോഹവും നിർമോഹവും ഒന്നിക്കുന്നു. നിന്നെ അറിയാത്തവർ ഒന്നും അറിയില്ല. കേശവ, യാദവരുടെ രക്ഷയ്ക്കായി നീ തന്നെ മാർഗങ്ങൾ കൈക്കൊള്ളൂ. നിനക്കു മാത്രമേ അതിനു കഴിയൂ. ആചാര്യൻ്റെ വാക്കുകൾ കേട്ട് കേശവൻ പുഞ്ചിരിച്ചു. സഭയിൽ ഇരുന്ന ഏറെ പേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, കേശവ, കംസനെ കൊന്ന് നീ യാദവർക്ക് സ്വാതന്ത്ര്യം തന്നു. നീ തന്നെ രക്ഷകൻ. നിനക്കറിയാത്തതായി ഒന്നുമില്ല. അതുകൊണ്ട് കാലയവനൻ്റെയും ജരാസന്ധൻ്റെയും കരത്തിൽ നിന്ന് നീ തന്നെ ഞങ്ങളെ രക്ഷിക്കൂ. മാധവൻ പറഞ്ഞു, പ്രിയപ്പെട്ട യാദവ പ്രമുഖരെ, ഒരു ഭാഗത്തുകൂടെ ജരാസന്ധനും മറുഭാഗത്തുകൂടെ കാലയവനനും പാഞ്ഞു വരികയാണ്. ഇവരുടെ ഇടയിൽ മധുര ഞെരിപിരി കൊള്ളും. മധുരയിലെ ഓരോ അണുവും അവർ സ്വന്തമാക്കും. ആദ്യം എത്തുന്നത് കാലയവനനായിരിക്കും. നമുക്കവനെ ജയിക്കുവാൻ ആവുകയില്ല. യാദവരെ നശിപ്പിക്കുവാനുള്ള വരം ശിവനിൽ നിന്നും അവൻ നേടിയിട്ടുണ്ട്. അതുകൊണ്ട് നാം പിന്മാറിയേ മതിയാകൂ. അതിന് മനസ്സൊരുക്കമാണ് നമുക്ക് വേണ്ടത്. യാദവ മുഖ്യരിൽ പലരും ചോദിച്ചു, നാം എവിടേക്കാണ് മാറുക? മധുരയിൽ നാം എവിടെ പോയി ഒളിക്കും? മധുരയിൽ ഒളിച്ചാൽ നാം ശത്രുക്കളുടെ കരത്തിലകപ്പെടും. അത് പാടില്ല. നമുക്ക് മുന്നിൽ ഒരൊറ്റ മാർഗമേ അവശേഷിക്കുന്നുള്ളൂ. മധുര ഉപേക്ഷിക്കുക. കേശവൻ്റെ വാക്കുകൾ കനത്ത നിശബ്ദതയുണ്ടാക്കി. യാദവരിൽ മിക്ക പേർക്കും മധുര ഉപേക്ഷിക്കുവാൻ മനസ്സു വന്നില്ല. മുതുമുത്തച്ഛന്മാർ തുടങ്ങി എത്രയോ ആളുകളുടെ അധ്വാനമാണ് മധുരാ നഗരത്തിനു പിന്നിൽ. എന്നേക്കുമായി അത് ഉപേക്ഷിച്ചു പോവുക കഠിനമാണ്. പോകാതിരുന്നാലോ മരണം നിശ്ചയവും. എന്തു വേണമെന്നറിയാതെ യാദവർ ഉഴന്നു. മാധവൻ വീണ്ടും ഓതി, പ്രിയപ്പെട്ട യാദവരെ, നിങ്ങൾ അനുഭവിക്കുന്ന വേദന എനിക്ക് മനസ്സിലാവും. പക്ഷേ കാലയവനനും ജരാസന്ധനും കത്തിച്ച് ചാമ്പലാക്കുന്ന മധുരയിൽ നാം എങ്ങനെ വസിക്കും? അവർ മധുരാ നഗരത്തെ പൊതിയും മുമ്പ് നമുക്ക് രക്ഷപ്പെടണം. ഒരു സ്ഥലം മാത്രമേ പോകുവാൻ നമുക്ക് അവശേഷിക്കുന്നുള്ളൂ. കുശസ്ഥലി. സമുദ്രത്തിൻ്റെ കരയിലുള്ള മനോഹര പ്രദേശമാണത്.
അതിൻ്റെ പടിഞ്ഞാറുള്ള കര ഇപ്പോൾ വെറുതെ കിടക്കുകയാണ്. അവിടെ നമ്മുടെ പിതൃഭൂമിയാണ്. അവിടെ നമുക്ക് വസിക്കാം. പെട്ടെന്ന് സത്രാജിത്തും കുറച്ച് യാദവരും പറഞ്ഞു. രൈവതക പർവ്വതത്തിൻ്റെ തടമാണ് കുശസ്ഥലി. അവിടം വളരെ ദൂരെയാണ്. കൃഷ്ണൻ പറഞ്ഞു. ശരിയാണ്, അല്പം ദൂരെയാണ് ആ സ്ഥലം. അതുകൊണ്ട് തന്നെ ജരാസന്ധനും കാലയവനനും അവിടെ വരുകയില്ല. അല്ലെങ്കിൽ മറ്റൊരു സ്ഥലം നിങ്ങൾ നിർദ്ദേശിക്കുക. നമുക്ക് അങ്ങോട്ട് പോകാം. യാദവർ പണ്ടേ അലഞ്ഞു തിരിയുന്ന ജനതയാണ്. എന്നാണ് അവർ ഒന്നിച്ച് സ്ഥിരതാമസമാക്കിയിട്ടുള്ളത്. പുല്ലുള്ള സ്ഥലം നോക്കി അവർ കുടിമാറി താമസിക്കുന്നു. ഒരു പ്രാവശ്യം കുടിമാറി താമസിക്കുന്നു എന്ന് കരുതിയാൽ മതി. യാദവർക്ക് ഒരു പുതിയ ജീവിതം അവിടെ നിന്നും ആരംഭിക്കാം. കരുത്തും ശക്തിയുമുള്ള ഒരു ജനത അവിടെ വളർന്നു വരും. എല്ലാ ഐശ്വര്യവും യാദവർക്ക് ലഭ്യമാകും. യാത്ര അല്പം ബുദ്ധിമുട്ട് നിറഞ്ഞതാണ്. മണൽ പ്രദേശങ്ങളിലൂടെ കടന്നു പോകണം. മികച്ച ലക്ഷ്യത്തിലേക്ക് കഠിന യാത്രകൾ തന്നെ വേണ്ടിവരും. അത് പ്രകൃതി നിയമമാണ്. ജ്യേഷ്ഠനും ഉദ്ധവനും നിങ്ങൾക്ക് വഴികാട്ടിയാവും. ഇതല്ലാതെ നിങ്ങളെ ക്രൂര മരണത്തിൽ നിന്നും രക്ഷിക്കുവാൻ മറ്റൊരു മാർഗവും ഞാൻ കാണുന്നില്ല. യാദവ പ്രമുഖരിൽ ചിലർ ചോദിച്ചു. കേശവൻ ഞങ്ങളോടൊപ്പം വരുന്നില്ലേ? മാധവൻ പറഞ്ഞു. ഇല്ല, ഞാൻ മധുരയിൽ തന്നെ കഴിയും. യാദവരിൽ അവസാനത്തെ വ്യക്തിയും മധുര വിടും വരെ ഞാൻ ഇവിടെ ഉണ്ടാകും. ഞാനിവിടെ നിൽക്കുന്നത് കാലയവനനോ ജരാസന്ധനോ എത്തിയാൽ അവരെ നിങ്ങളുടെ പിന്നാലെ അയക്കാതെ തടയുവാനാണ്. അവരുടെ ലക്ഷ്യം ഞാനാണല്ലോ. കേശവന്റെ വാക്കുകൾ മാനിച്ച് എല്ലാവരും എഴുന്നേറ്റു. യാത്ര ചെയ്യുന്ന കാര്യത്തിൽ അവർക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ മധുര മനോഹരമായ നഗരം, അവിടെ തങ്ങളുടെ ഉന്മേഷവും ഉണർവും ഊർജവും തങ്ങി നിൽക്കുന്നു. മനോരഞ്ജകമായ ആ സ്ഥലം ഉപേക്ഷിച്ച് പോകുന്നതിലുള്ള വൈമനസ്യം അവരെ തളർത്തി. പക്ഷേ ജീവിതമാണല്ലോ പ്രധാനം. പോകാതെ വയ്യ. ഓരോരുത്തരും വ്യത്യസ്ത ചിന്തകളോടെ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. ആ രാത്രിയിൽ തന്നെ മധുര നഗരം ഉപേക്ഷിക്കണമെന്ന് എല്ലാവരും തീരുമാനിച്ചു. ഇനി ഒരിക്കലും തങ്ങൾ ഈ നഗരത്തിലേക്ക് മടങ്ങുകയില്ല. എല്ലാവരുടെയും മനസ്സ് മന്ത്രിച്ചു. എടുക്കാവുന്ന അത്രയും സമ്പാദ്യങ്ങൾ ഭാണ്ഡങ്ങളിലാക്കി ഓരോ യാദവ കുടുംബവും വേദനയോടെ യാത്രയ്ക്കൊരുങ്ങി. കഴുതകളും കുതിരകളും തേരുകളും യാത്രയ്ക്ക് ഒരുക്കി നിർത്തി. തമസിൻ്റെ നിഗൂഢതയിൽ തന്നെ മധുര ഉപേക്ഷിക്കണം. സൂര്യവെളിച്ചത്തിൽ സൗന്ദര്യം തൂകി നിൽക്കുന്ന നഗരം വിട്ടുപോകുമ്പോൾ മനസ്സേറെ നോവും. അതുണ്ടാവരുത്. ഉപേക്ഷിച്ചു പോകുമ്പോൾ പിന്നിലേക്കൊന്ന് നോക്കിയാൽ ഇരുട്ട് മാത്രമേ അവശേഷിക്കാവൂ. എല്ലാവരും അങ്ങനെ തന്നെ ചിന്തിച്ചു. ജീവിതം പറിച്ചു നടുകയാണ്. ഈ പലായനത്തിനു ശേഷം എത്ര പേർ അവശേഷിക്കുമെന്ന് ആർക്കറിയാം? സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും തേരിൽ കയറി. കേശവന്റെ ചാടുവാക്ക് കേട്ട് നഗരം ഉപേക്ഷിക്കുന്നത് തെറ്റാണെന്ന് ചില യാദവന്മാർ കരുതി. അവർ പ്രവാസികളോട് തീർത്തു പറഞ്ഞു. മധുര കത്തിച്ചാമ്പലാകുമായിരിക്കും, എന്നാലും ഞങ്ങൾ ഈ ഭൂമിയിൽ നിന്നും വരുന്നില്ല. ഞങ്ങളുടെ സ്വപ്നവും സത്യവും ഇവിടെ ഉറങ്ങിക്കിടക്കുന്നു. അപ്പോൾ പ്രവാസികൾ പറഞ്ഞു, ഞങ്ങൾ പോവുകയാണ്. മറ്റു മാർഗമില്ല. ഭീതിയോടെ വസിക്കുന്നതിനേക്കാൾ നന്ന് ശാന്തി തേടി അലയുകയാണ്. തേരുകൾ ചലിച്ചു. കഴുതകൾ പതുക്കെ നടന്നു. കുതിരകൾ യോദ്ധാക്കളുമായി മുന്നോട്ടു പോയി. യാത്ര, യാദവരുടെ പിതൃഭൂമി തേടിയുള്ള യാത്ര ആരംഭിച്ചു. ആ യാത്ര ക്ലേശപൂർണമായിരുന്നു. മുന്നിൽ ഒരു കുതിരപ്പുറത്ത് ബലരാമനാണ് യാത്ര ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഒരു തേരിൽ ഉഗ്രസേനൻ, വസുദേവർ, അക്രൂരൻ തുടങ്ങിയവർ കയറി. മനോഹരമായ ഒരു തേരിൽ ഗർഗാചാര്യൻ ശോഭിച്ചു. ദേവകിയും മറ്റു സ്ത്രീകളും മൂകരായി തേരിലിരുന്നു. കുട്ടികൾ ചിലർ ഉണർന്നിരുന്നു. മറ്റുള്ളവർ ഉറങ്ങി. അവരുടെ മുഖങ്ങളിൽ ഭയത്തിൻ്റെ ഛായ വീണിരുന്നു. കേശവൻ ബലരാമൻ്റെ പിന്നിൽ സഞ്ചരിച്ചിരുന്ന ഒരു കുതിരവണ്ടിയിൽ ഒറ്റയ്ക്കാണ് ഇരുന്നിരുന്നത്. മാധവൻ കഠിനമായ ചിന്തയിലായിരുന്നു. ആ യാത്രാസംഘം കാളിന്തി തടത്തിലെത്തി. കേശവൻ ബലരാമനോടും അക്രൂരനോടും ഉദ്ധവനോടും പറഞ്ഞു,
നദി കടക്കുന്നതുവരെ നിങ്ങളെ ഞാൻ പിന്തുടർന്നു. ഇനി കാളിന്തി കടന്ന് വേഗത്തിൽ പോവുക. ഈ ഭാഗത്ത് ആഴം കുറവാണ്. ഇങ്ങനെ പറഞ്ഞ കേശവൻ കാളിന്തി തീരത്തു നിന്ന് ഒരു സ്ഥലം കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, വേഗത്തിൽ തന്നെ ഭാണ്ഡങ്ങൾ അക്കരെയാക്കുക. ആകാശത്ത് മിന്നുന്ന നക്ഷത്രങ്ങൾ നിങ്ങൾക്ക് വഴി തെളിക്കും. കുശസ്ഥലിയിൽ എത്തുന്നതുവരെ മേഘങ്ങൾ വർഷിക്കുകയില്ല. വഴി നിങ്ങൾക്ക് വാതാനുകൂലത്തോടെ ശുഭമാകും. ഏറെ താമസിയാതെ നമുക്ക് വീണ്ടും കാണുകയും ചെയ്യാം. ഇങ്ങനെ പറഞ്ഞ കേശവൻ ചക്രവാളത്തിലേക്ക് നോക്കി. ആയിരക്കണക്കിന് ചുട്ടുകറ്റകൾ നീങ്ങി വരുന്ന കാഴ്ചയാണ് കണ്ടത്. കേശവൻ കണ്ടത്. കേശവൻ പറഞ്ഞു, യാദവരെ, ചക്രവാളത്തിലേക്ക് നോക്കൂ. അനേകം തീജ്വാലകൾ. കാലയവനൻ്റെ വരവാണ്. അവനെ വധിക്കുവാൻ നമുക്കാവുകയില്ല. ഏതോ ഗ്രാമമോ നഗരമോ കൊള്ളയടിച്ച് തീവെച്ച് അവൻ മധുര ലക്ഷ്യമാക്കി വരികയാണ്. ഇത് നോക്കി ദിശയറിഞ്ഞ് കരുതിപ്പോകൂ. സാത്യകിയുടെയും ഉദ്ധവൻ്റെയും ഹൃദയം നടുങ്ങി. ശത്രുവിൻ്റെ പാദചലനം കേൾക്കാം. അത്ര അടുത്താണവർ. ഒരു വഴിയെ ശത്രു നീങ്ങുന്നു, മറുവഴിയെ രക്ഷപ്പെടേണ്ടവർ ബന്ധുക്കളും സ്വത്തുക്കളുമായി നീങ്ങുന്നു. രാഷ്ട്രതന്ത്രത്തിൻ്റെ ഉന്നതമായ രീതിയാണിത്. ഇത് കണ്ട് സാത്യകി പറഞ്ഞു, കേശവ, നിന്റെ ബുദ്ധി വിശാലവും ശ്രേഷ്ഠവും തന്നെ. നിന്റെ ചിന്തകളോ സാധാരണക്കാർക്ക് അജ്ഞാതവും. മനുഷ്യൻ ഗുണമായാലും ദോഷമായാലും ഒന്ന് കാണുമ്പോൾ നീ 7 കാണുന്നു. യാഥാർത്ഥ്യം അറിഞ്ഞു നീ കർമ്മനിരതനാവാതിരുന്നെങ്കിൽ ഈ താവളമടിച്ചിരിക്കുന്നവരിൽ എത്ര പേർ ശേഷിക്കും? കേശവ, എനിക്കൊരമർഷം നിന്നോടുണ്ട്. നീ ഞങ്ങളുടെ കൂടെ കുശസ്ഥലിക്ക് വരുന്നില്ലല്ലോ എന്ന്. കേശവൻ പറഞ്ഞു, സാത്യകി, നിങ്ങളുടെ ആത്മാർത്ഥത എനിക്കറിയാം. എന്നാൽ ഇപ്പോൾ മധുരയിൽ ഞാൻ ഉണ്ടാവണം. മറ്റൊന്നിനുമല്ല, കാലയവനനെ വകവരുത്തുവാൻ ശക്തിമാനെ തന്ത്രം കൊണ്ട് മാത്രമേ പരാജയപ്പെടുത്തുവാൻ കഴിയുകയുള്ളൂ. രാഷ്ട്രമീമാംസയിലെ മുഖ്യധാരകളാണ് സത്യവും തന്ത്രവും. അതിൻ്റെ സൂക്ഷ്മ സമന്വയം സത്യം തന്നെയായിരിക്കും. ഞാനിപ്പോൾ അതുകൊണ്ട് മടങ്ങുന്നു. ഇങ്ങനെ പറഞ്ഞ് ദേവകി ഇരിക്കുന്ന തേരിനടുത്തേക്ക് കേശവൻ നടന്നു. യഥാർത്ഥത്തിൽ അതുവരെയും കേശവനും യാത്രയിലുണ്ടെന്നാണ് ദേവകി ധരിച്ചിരുന്നത്. എന്നാൽ മാധവൻ തങ്ങളുടെ കൂടെ വരുന്നില്ലെന്നറിഞ്ഞതോടെ ദേവകിയുടെ ഹൃത്തടമുരുകി. മധുരയിൽ നിന്നാൽ അപകടം സുനിശ്ചിതമാണ്. 2 ഭീകര രാജാക്കന്മാരാണ് കേശവനെതിരെ വരുന്നത്. അവരെ തടയുവാൻ ഒറ്റയ്ക്ക് മാധവന് കഴിയുമോ? മാതൃത്വം വേദന കൊണ്ടു പുളഞ്ഞു. മാതാവിനെ മാധവൻ ആശ്വസിപ്പിച്ചു. അല്പനിമിഷങ്ങൾക്കു ശേഷം മാധവൻ ഒറ്റക്കുതിരവണ്ടി തമസിലേക്ക് ഊളിയിട്ടും മറഞ്ഞു. മാധവന്റെ ഒറ്റക്കുതിരവണ്ടി തമസിലേക്ക് ഊളിയിട്ട് മറിഞ്ഞു. വേദനയുടെ കറ്റയായി ദേവകി ഇരുട്ടിലേക്ക് നോക്കിയിരുന്നു. നിറഞ്ഞ കണ്ണുകൾ തുടയ്ക്കുവാൻ പോലും അവർ മറന്നിരുന്നു. കാളിന്തി തടത്തിലിരുന്ന യാദവർ ശത്രു രാജാക്കന്മാർ ഉയർത്തിയ തീപ്പന്തങ്ങൾ കണ്ടു. ചക്രവാളത്തിനടുത്ത് കാട്ടുതീ പോലെ അവ പടർന്നു കയറുന്നു. എത്രയും വേഗം നദി കടക്കണം. കുശസ്ഥലിയിൽ എത്തിയേ വിശ്രമിക്കാവൂ. കേശവന്റെ ബുദ്ധിയിൽ അഭിമാനം തോന്നിയ യാദവർ വളരെ വേഗത്തിൽ കാളിന്തി കടന്നു. മലകളും പുഴകളും പുരങ്ങളും കടന്ന് ആ യാത്ര തുടർന്നു. ഇതോടുകൂടി ഈ ഭാഗം അവസാനിച്ചിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം മറ്റൊരു ഭാഗവുമായി എത്തുന്നതാണ്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.